PSC പരീക്ഷയിൽ ചോദിക്കാൻ ഏറെ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനായിട്ടാണ് വന്നിരിക്കുന്നത്. കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് കടക്കാം. 36 ഗ്രാം H2O എത്ര മോളിക്യൂൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മോളുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. തന്നിരിക്കുന്ന മാസ് ഡിവൈഡ് ബൈ അറ്റോമിക് മാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോളുകളുടെ എണ്ണം കിട്ടും. അറ്റോമിക് മാസ് നമുക്കിവിടെ തന്നിരിക്കുന്ന മാസ് എന്താണ്? 36 ഗ്രാം. തന്നിരിക്കുന്ന മാസ് നമുക്ക് എഴുതാം. തന്നിരിക്കുന്ന മാസ് 36 ഗ്രാം. അടുത്ത അറ്റോമിക് മാസ്. ഈ അറ്റോമിക് മാസ് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഹൈഡ്രജൻ നോക്കാം. H2O ആണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. H2O അറ്റോമിക് മാസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? ഹൈഡ്രജൻ ഇവിടെ എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1 ആണ്. 1 വീതം 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് 2 എണ്ണം എഴുതാമല്ലോ. ഓക്സിജൻ അറ്റോമിക് നമ്പർ എത്രയാണ്? ഓക്സിജൻ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 16 ആണ്. ഓക്സിജൻ ഇവിടെ വെച്ചാൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് 16 മാത്രം എഴുതിയാൽ മതി. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ 16 + 16 32 മാറും. ഇവിടെ പക്ഷേ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഓക്സിജൻ്റെ ഒരേ ഒരു അറ്റോമിക് മാസ് എഴുതിയാൽ മതി. നമുക്ക് 16. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 36 ഡിവൈഡ് ബൈ 16 രണ്ടും എത്ര? 18. 36/18 എന്താ? 2 ആണ്. 2 മോളുകൾ നമുക്ക് അതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ചോദിച്ചിരിക്കുന്നത് എന്താണ്? മോളിക്യൂളുടെ എണ്ണം ചോദിച്ചിരിക്കുന്നത്. മോളിക്യൂളുടെ എണ്ണം കാണാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ 2ൻ്റെ കൂടെ അവഗ്രാഡോ നമ്പറിലൂടെ ഇൻറ്റു ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് 6.022 × 10⁻23 മോളിക്യൂളുകൾ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനും വരാനിരിക്കുന്ന ബീവറേജ് LDCക്കൊക്കെ ചോദിക്കാൻ ഏറെ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.